നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവം ഉള്ളവരായിട്ട് മാറുക എന്നതിനെ പറ്റിയാണ്. യേശുവിൻ്റെ സ്വഭാവം ഉള്ളവരായിട്ട് മാറുവാനാണ്. യോർദാൻ കരയും യോർദാൻ അക്കരെയുള്ള എല്ലാ നാട്ടിലും മാനസാന്തര പ്രസംഗം, പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സുവിശേഷം പ്രസംഗിച്ച ഒരു വ്യക്തിയായിരുന്നു ആരാണ് മക്കളൊക്കെ പറഞ്ഞേ? സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ പറഞ്ഞേ ആരായിരുന്നു? യോഹന്നാൻ സ്നാപകൻ അല്ലെ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു യോഹന്നാന്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ അദ്ദേഹം പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷങ്ങളെയും വെട്ടി തീയിലിട്ട് കളയും എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന പുരുഷാരം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്: 2 വസ്ത്രം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. അതുപോലെ പറയുന്നുണ്ട് ആഹാര സാധനങ്ങളും അപ്രകാരം തന്നെയാണ്. അതെ, ചുങ്കക്കാരും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അന്യായമായിട്ട് ഒന്നും പിരിക്കരുത്, നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് മാത്രം, ആ ചുങ്കം മാത്രം പിരിക്കുവാനായിട്ട് പറയുകയാണ്. അതുപോലെ അന്നത്തെ ഉദ്യോഗസ്ഥർ, അതുപോലെ പടജനം, ഇവരെല്ലാവരും വരുമ്പോൾ ആരെയും അന്യായമായിട്ട് ബലാത്കാരം ചെയ്യരുത്, നിങ്ങൾക്ക് കൈക്കൂലി വാങ്ങരുത്, ഇങ്ങനത്തെ ഒത്തിരി ഉപദേശങ്ങൾ പറയുകയും അതുപോലെ തന്നെ വെള്ളം കൊണ്ട് അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:15 മുതൽ 17 വരെയും യോഹന്നാൻ 1:10 മുതൽ 28 വരെയൊക്കെ നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ആ കാലത്ത് ജനം എല്ലാം ഇപ്രകാരം ചിന്തിച്ചിരുന്നു: ഈ യോഹന്നാൻ സ്നാപകൻ ക്രിസ്തു ആണോ എന്ന് ചിന്തിച്ചിരുന്നു. ഒരു പക്ഷേ യോഹന്നാൻ സ്നാപകന്റെ അന്നത്തെ വസ്ത്രരീതി ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാര വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം സ്നാനപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ഇപ്രകാരം അവർ ചിന്തിച്ചിരുന്നു, ഇവൻ ക്രിസ്തു ആണോ എന്ന്. അങ്ങനെ ഈ സംശയം തീർക്കുവാനായിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാവരും ചേർന്ന് ചില പുരോഹിതന്മാരെയും ലേവ്യരെയും ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വിടുന്നുണ്ട്, യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ മറക്കാതെ പറയുന്നു: ഞാൻ ക്രിസ്തു അല്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന്. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവൻ ആത്മാവും തീയും കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും എന്ന്. അതേ, ഒരു മനുഷ്യന്റെ ക്യാരക്ടറൊക്കെ കാണുമ്പോൾ അയാളെ ക്രിസ്തുവായിട്ട് അന്നത്തെ ജനങ്ങൾ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കഥ ഇപ്രകാരമാണ്. കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ മക്കളെ? കുഞ്ഞു മക്കളൊക്കെ ചിരിച്ചേ. എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഇന്ന് യുവജന ഞായറാണ്, നിങ്ങളുടെയും കൂടെ ഞാൻ. ഓക്കെ. അപ്പോ ഒരു കഥ ഇപ്രകാരമാണ്. ഒരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം, ട്രെയിൻ ടൈം ആവുമ്പോൾ എല്ലാവരും ഒരു ഓട്ടപ്പാച്ചിലാണ്. ആ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു പെൺകുട്ടി കുറെ ആപ്പിളുമായിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ അറിയാല്ലേ, അതുപോലെ ഒരു കൊട്ട ആപ്പിളുമായിട്ട് ഒരു കുഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ തട്ടിയിട്ട് ആ കുഞ്ഞ് ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് ആപ്പിളെല്ലാം ചിതറിപ്പോയി. അയ്യോ, ആ കുഞ്ഞിന്റെ വലിയ അധ്വാനമായിരിക്കും അല്ലേ, അത് ഒത്തിരി പൈസയ്ക്ക് അതെല്ലാം വിറ്റുകൊള്ളേണ്ടുന്ന സാധനങ്ങളായിരിക്കും അല്ലേ. അപ്പോ എല്ലാവരും ഇങ്ങനെ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞും ആകെ അവിടെ അങ്ങ് ഇരുന്നു പോയി. അപ്പോൾ ഒരു മനുഷ്യൻ നിന്നു, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്യൂട്ട്കേസ് ഒക്കെ അവിടെ വെച്ചു. എന്നിട്ട് അദ്ദേഹം പതുക്കെ ഓരോ ആപ്പിളായിട്ട്, ആ തിരക്കിന്റെ ഇടയിലും പതുക്കെ ഓരോ ആപ്പിളായിട്ട് കണ്ടുപിടിച്ച് ആ മോൾക്ക് പെറുക്കി വെച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവസാനം ആ മോളോട് ചോദിച്ചു, മോളെ ഇതിന് എത്ര രൂപയാകും എന്ന് ചോദിച്ചു. മോളൊരു പൈസ ഇതിനെല്ലാം കൂടെ എത്ര രൂപയാകും എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അത്രയും രൂപ കൊടുത്തു. അപ്പോൾ ഈ മോള് ആ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമാണ്: ആർ യു ജീസസ്? നിങ്ങൾ യേശുവാണോ? നിങ്ങൾ ക്രിസ്തുവാണോ? നിങ്ങൾ യേശുവാണോ? അപ്പോൾ ഇന്ന് വരെ എൻ്റെ മുന്നിൽ ഒരു 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, 20 വയസ്സുള്ള യുവാക്കൾ, അല്ലെങ്കിൽ 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, അല്ലെ 60 വയസ്സ്, ഇങ്ങനെ ഒത്തിരി പ്രായങ്ങളിലുള്ള ആൾക്കാർ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ യേശുവാണോ? അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ
നമ്മൾ യേശുവിൻ്റെ സ്വഭാവമുള്ളവരാണെന്ന്? നമ്മെ കണ്ടിട്ട് ആർക്കെങ്കിലും ക്രിസ്ത്യാനികളെന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ്? നാം തലയിലൂടെ മൂടുപടമിടുന്നുണ്ട്, നാം SIUC റാലികൾക്ക് പങ്കെടുക്കുന്നുണ്ട്, അല്ലേ? നാം വലിയ അലങ്കാരങ്ങൾ വയ്ക്കുന്നുണ്ട്. അതേ, നാം ക്രിസ്ത്യാനികളെന്ന് മറ്റുള്ളവർ അറിയുന്നുണ്ട്. അതോ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ആ രീതിയിൽ നമ്മളെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുക, ഇതത്രേ ഇന്നത്തെ നമ്മുടെ വിഷയം. ഞാനിങ്ങനെ വചനം വായിച്ചപ്പോൾ, വചനത്തിൽ ഉടനീളം ചെകഞ്ഞപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. പിതാവായ ദൈവത്തിന്റെ 2 ആഗ്രഹങ്ങൾ, 2 ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എന്നെ പോലെ തന്നെ നിങ്ങളും വചനം വായിക്കുന്ന നിങ്ങൾക്കും അതൊരു പക്ഷെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ദിനവും ഒരുപക്ഷെ നാം അത് കേൾക്കുന്നതും ആയിരിക്കാം. ഒന്നാമതായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, പിതാവിന്റെ ഇഷ്ടം ഇതാണ്. പാപത്തിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യൻ, പാപത്തിൽ അടിമപ്പെട്ടു പോയ മനുഷ്യൻ, ലോകത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യൻ, ഇവരെ രക്ഷിക്കുവാനായിട്ട്, ഇവരെ വീണ്ടെടുക്കുവാനായിട്ട് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു തൻ്റെ സ്വന്തം പുത്രൻ, പിതാവിന്റെ സ്വന്തം പുത്രനെ അവൻ നമുക്ക് വേണ്ടി നൽകി, അവൻ നമുക്ക് വേണ്ടി യാഗമാക്കിക്കൊണ്ട് നമ്മെ അവൻ തന്നിൽ വീണ്ടെടുത്തു. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. നമുക്ക് വേണ്ടി അവൻ രക്തം ചിന്തിയതിനാൽ, ആ രക്തത്താൽ നാം കഴുകപ്പെടുമ്പോൾ നാമും പാപമോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതായത് പിതാവ് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് തന്റെ സ്വന്തം പുത്രനെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുക ഉണ്ടായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്. 3:16 മുതൽ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ച ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന്. സഹോദരങ്ങളെ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ യാഗമാക്കിക്കൊണ്ട് നമ്മെ അവനിൽ വീണ്ടെടുത്തു. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? എന്നാൽ ഈ തലം വരെ നാം എല്ലാവരും എത്താറുണ്ട്. ഇതിനൊരു അടുത്ത തലമുണ്ട്. അതാണ് പിതാവിന്റെ 2ാമത്തെ ഇഷ്ടം, പിതാവായ ദൈവത്തിന്റെ 2ാമത്തെ ഇഷ്ടം. എന്താണ് പിതാവായ ദൈവത്തിന്റെ 2ാമത്തെ ഇഷ്ടം എന്ന് പറയാമോ? എന്തായിരിക്കും? അതിപ്രകാരമാണ്, അവൻ തൻ്റെ പുത്രന്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. എന്നാൽ ഈ വീണ്ടെടുത്ത, ഈ ദത്തെടുത്ത ജാതീയരായ നമ്മളെ തൻ്റെ പുത്രന്റെ സ്വഭാവമുള്ളവരാക്കി തീർക്കുക, ഇതാണ് അവന്റെ 2ാമത്തെ ഇഷ്ടം. നാം വചനത്തിൽ ഇപ്രകാരം റോമർ എഴുതിയ ലേഖനം 8:29 നാം വായിക്കുമ്പോൾ, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള ആഹ്വാനം നാം അവിടെ കാണുന്നുണ്ട്. ഫിലിപ്പിയർ 2:5 നമ്മളിന്ന് വായിച്ച തിരുവചന വേദഭാഗത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 3:18 നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, ക്രിസ്തു എന്ന അതേ പ്രതിമയെ പോലെ നാം രൂപാന്തരപ്പെടണമെന്ന് വചനത്തിൽ നാം കാണുന്നുണ്ട്. അതേ നാം ക്രിസ്തുവിന്റെ, തന്റെ സ്വന്തം പുത്രന്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. ഒരു കഥ ഇപ്രകാരമാണ്. ഒരു മിഷണറി കുടുംബം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. നമ്മുടെ മലയാളികളാണ്. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭാഷ അറിയത്തില്ല. അങ്ങനെ ഭാഷ അറിയാത്ത അവർ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായി, കുറച്ച് കുഞ്ഞുങ്ങളെ ദത്തെടുത്താലോ എന്ന്. അവർക്കൊരു കുഞ്ഞുണ്ട്, അവർക്ക് സ്വന്തം ചോരയിലുള്ള ഒരു കുഞ്ഞുണ്ട്. എന്നിരുന്നാലും അവർ ഇപ്രകാരം ആഗ്രഹിച്ചു, ശരി നമുക്കൊരു ശുശ്രൂഷ ചെയ്യാം, കുറച്ച് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാമെന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ കുഞ്ഞിന്റെ ഭാഷ വേറെയാണ് കേട്ടോ, ആ നാട്ടിലെ ഭാഷയാണ്. നമ്മുടെ മിഷണറി ഇങ്ങനെ കുറച്ച് ദിവസം അവിടെ സന്തോഷത്തോടെ ജീവിച്ച് പോകുമ്പോൾ
ഒരു ദിവസം അയൽവക്കത്തെ ഒരു ചേച്ചി ആ വീട് സന്ദർശിച്ചു. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? അപ്പോൾ അയൽവക്കത്തെ ഒരു ചേച്ചി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചേച്ചി ആ വീട് സന്ദർശിച്ചു. അപ്പോൾ ആ ചേച്ചി ഇപ്രകാരം ചോദിച്ചു, ഇത് നിങ്ങളുടെ കുഞ്ഞല്ലല്ലോ എന്ന്, അതോ ആണോ എന്നൊക്കെ ഒന്ന് സംശയ ദൃഷ്ടിയോടെ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചേ? അപ്പോൾ ആ ചേച്ചി ഇപ്രകാരം പറഞ്ഞു, ഈ കുഞ്ഞ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഷയല്ല, ആ കുഞ്ഞ് സംസാരിക്കുന്നത് ഇവിടുത്തെ സാമാന്യ നമ്മുടെ ലോക്കൽ ഭാഷയാണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ആ കുഞ്ഞ് സംസാരിക്കുന്നത് ഇവിടങ്ങളിൽ കേട്ടുവരുന്ന ഏറ്റവും മോശമേറിയ ഭാഷയും മോശമേറിയ വാക്കുകളുമാണ് കുഞ്ഞ് സംസാരിക്കുന്നത്, ഏറ്റവും തെരുവാക്കുകൾ. ഒരുപക്ഷെ ആ കുഞ്ഞ് ആ തെരുവുകളിൽ ജീവിച്ചതായിരിക്കാം. ഒട്ടനവധി അപഹാസ്യങ്ങൾ, പരിഹാസ വാക്കുകളെല്ലാം കേട്ട്, അവഗണനകളൊക്കെ കേട്ട്, ഒത്തിരി പേരുടെ ചീത്ത വാക്കുകളൊക്കെ കേട്ട് വളർന്ന ആ കുഞ്ഞായിരിക്കാം. അതുകൊണ്ട് ആ കുഞ്ഞ് ആ സ്വഭാവം പ്രകടിപ്പിക്കുന്നു, അത് അതിൻ്റെ ഭാഷയിലൂടെ പുറത്തു വരുന്നു. ഇവർക്കത് മനസ്സിലായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഈ മിഷണറി ഒരു കാര്യം മനസ്സിലാക്കി. തൻ്റെ സ്വന്തം ചോരയിലുള്ള കുഞ്ഞ്, അവൻ നല്ല ദൈവഭക്തനാണ്, നല്ല രീതിയിൽ അവൻ നല്ല അച്ചടക്കത്തോടെ വളരുന്നു, നല്ല ഭാഷ മാത്രം അവൻ സംസാരിക്കുന്നു. പക്ഷെ അവൻ മിഷണറി ദത്തെടുത്ത ആ കുഞ്ഞും അവൻ സംസാരിക്കുന്ന ഈ ലോകത്തിന്റെ ഭാഷയാണ്, ഈ ലോകത്തിന്റെ മോഹങ്ങളാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടേ പോകത്തുള്ളൂ, അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഈ മിഷണറി ഒരു കാര്യം തീരുമാനിച്ചു, തൻ്റെ സ്വന്തം ചോരയിലുള്ള ഈ കുഞ്ഞിന്റെ സ്വഭാവത്തെ പോലെ ഈ മോളുടെ സ്വഭാവത്തെയും ആക്കണം. അങ്ങനെ ഒത്തിരി നാളുടെ പ്രയത്നത്തോടെ അപ്രകാരം ആക്കി തീർക്കുകയുണ്ടായി. ഒന്ന് ആലോചിച്ച്, പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് നൽകി, നമ്മെ വീണ്ടെടുത്തു. ഓക്കെ, നമ്മെ ദത്തെടുത്തു, നാം ഇപ്പോൾ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും തന്നെയാണ്. പക്ഷെ പിതാവായ ദൈവം നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് യേശുവിന്റെ സ്വഭാവമില്ല, സ്വന്തം പുത്രന്റെ സ്വഭാവമില്ല. ദത്തെടുത്ത നമ്മൾ ഈ ലോകത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഈ ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെയാണ് നമ്മുടെ ഓട്ടം, ഈ ലോകത്തെയാണ് നമ്മുടെ നോട്ടം, പണത്തെയാണ് നമ്മുടെ നോട്ടം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. എവിടെ യേശുവിന്റെ സ്വഭാവം? അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇനി അടുത്തൊരു ചിന്ത, എന്താണ് യേശുവിന്റെ സ്വഭാവം എന്നതാണ്. നമുക്ക് സുവിശേഷ വേദഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, യേശുവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട് എനിക്ക് യേശുവിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായത്, യേശു എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്തു എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ വേദഭാഗങ്ങളൊന്നും നമ്മൾ ഇവിടെ വായിച്ച വേദഭാഗങ്ങൾ നോക്കിയിട്ടല്ല പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്തെന്നാൽ ഇന്നത്തെ വേദഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ റെഫറൻസുകളിൽ എഴുതിയിരിക്കുന്നത്. വലിയൊരു അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം എപ്പോഴും യേശു കർത്താവ് ചെയ്തു എന്നതാണ്. മക്കളെ, പിതാവിന്റെ ഇഷ്ടം എപ്പോഴും യേശു കർത്താവ് ചെയ്തു. ഞാൻ യേശുവിന്റെ സ്വഭാവത്തിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നത്. അതെ, ഒന്നാമതായിട്ട് യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്തു എന്ന് നാം കാണുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഇന്ന് നമ്മൾ വായിച്ചു, 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെ നോക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മാനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആർക്ക്? പിതാവിന്. അതേ, ക്രൂശിലെ മരണത്തോളം അവൻ പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്രകാരമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെ നാം നോക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തില് ഉള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്തതുപോലെ ഇവിടെ ഇതാ വചനം നമ്മോട് പറയുകയാണ്, ദൈവേഷ്ടം ചെയ്യുന്നവൻ
ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു എന്ന്. രണ്ടാമതായിട്ട്, ഇപ്രകാരം എനിക്ക് യേശുവിന്റെ സ്വഭാവത്തെ പറ്റി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. മരണം വരെയും അവൻ എല്ലാവരെയും സ്നേഹിച്ചു എന്ന്. തന്റെ മരണത്തോളവും അവൻ എല്ലാവരെയും സ്നേഹിച്ചു എന്ന്. 1 യോഹന്നാൻ 3:16 നമ്മൾ ഇപ്രകാരം കാണുന്നു: അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ച് കൊടുക്കണം എന്ന്. സഹോദരങ്ങളെ, നോക്കിയേ, ക്രൂശിലെ മരണത്തോളം അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്. ഇപ്രകാരം നാം കേട്ടിട്ടുണ്ട്. എന്താ യേശു പറഞ്ഞു അല്ലെ, സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം മറ്റൊന്നും ഇല്ല എന്ന്. അത് തന്നെ ക്രൂശിൽ അവൻ ചെയ്തു. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അവൻ എന്ത് ചെയ്തു? തൻ്റെ ജീവനെ വച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് എനിക്ക് യേശുവിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഇതാണ്: അവൻ പ്രസംഗിക്കുക മാത്രമല്ല, അത് ജീവിക്കുകയും ചെയ്തു എന്നതാണ്. പ്രസംഗിക്കുക മാത്രമല്ല, അതുപോലെ ജീവിച്ചു എന്നതാണ്. പ്രസംഗിക്കാൻ ഒരു തരത്തിൽ വളരെ എളുപ്പമാണ്, പക്ഷേ അതുപോലെ ജീവിക്കാനാണ് പ്രയാസം എന്ന് പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 27 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 28 വരെ: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പക്ഷെ യേശുവിന്റെ കൽപ്പന ഇതാണ്: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. നോക്കിയേ, അപ്പോൾ യേശു ഇതൊക്കെ പറയുക മാത്രമല്ല, ക്രൂശിൽ അവൻ ഇത് ചെയ്തു അല്ലെ. തന്നെ കുന്തം കൊണ്ട് കുത്തിയവർ, തന്നെ ചാട്ടവാറിട്ട് അടിച്ചവർ, തന്നെ ആ ക്രൂശിൽ കിടക്കുമ്പോഴും അപമാനിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരോടും, എല്ലാവർക്കും വേണ്ടി യേശു കർത്താവ് ഇതാണ് പറയുന്നത്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? നമ്മെ ഇപ്രകാരം കുന്തം കൊണ്ട് ആൾക്കാർ കുത്താൻ നിൽക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയുമോ? നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? അയ്യോ, അവർ ദൈവമക്കളല്ല, അവർക്ക് ദൈവത്തിന്റെ വചനം അറിയാമെന്നുള്ളവർ അല്ല, ദൈവവചനം അറിയാമെന്നുള്ള ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അയ്യോ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. 3 കാര്യങ്ങളാണ് ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്ന് കണ്ടത്. 1, അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്തു. 2, മരണം വരെയും എല്ലാവരെയും സ്നേഹിച്ചു, മരണത്തിന് ശേഷവും അവൻ സ്നേഹിക്കുന്നു. 3, അവൻ പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും പ്രവൃത്തി പദത്തിൽ എത്തിക്കുകയും ചെയ്തു എന്നതാണ്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ മറ്റ് സ്വഭാവ വിശേഷതകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കിയേ സഹോദരങ്ങളെ, അപ്പോൾ യേശുവിന്റെ സ്വഭാവത്തെ പറ്റിയും ഞാൻ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്തായിരുന്നു? യേശുവിന്റെ സ്വഭാവം ഉള്ളവരായിട്ട് മാറുക. 4 തരത്തിലുള്ള മനുഷ്യർ ഈ ലോകത്ത്. എല്ലാവരും നോക്കിയേ, 4 തരത്തിലുള്ള മനുഷ്യർ. 1-ാമത്തെ തലത്തിലുള്ള മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ കാണുന്നവരാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരാണ്, നമ്മൾ തന്നെയാണ്. ഞാൻ ഈ പറയുന്നതിൽ ഏത് തലത്തിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മനസ്സിലൊന്ന് ആലോചിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ പറ്റിയോ സഹോദരിയെ പറ്റിയോ അല്ല, നിങ്ങളെ പറ്റി തന്നെയാണ്. ഇതിലേത് തട്ടിലാണ് ഞാൻ വരുന്നതെന്ന്. 1-ാമത്തെ തട്ട് അത് ദൈവത്തെ അറിയാത്തവരുടെ തട്ടാണ്. ദൈവത്തെ ഒരു പരിചയവുമില്ല, അവർ നിരീശ്വരവാദികളായിരിക്കാം, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ. 2-ാമത്തെ തട്ട്, ഈ തട്ടില് ആദ്യത്തെ തട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-ാമത്തെ തട്ടിൽ നാം കാണുന്നത് അവർ നാമധേയ ക്രിസ്ത്യാനികളാണ്. എന്ന് പറയുമ്പോൾ അവർ ദൈവവുമായിട്ടുണ്ട്, ബന്ധമുണ്ട് എന്ന് പുറമേയുള്ളവർക്ക് കാണുമ്പോൾ വിചാരിക്കും. പക്ഷേ ശരിക്കും അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലെ. നമ്മൾ നല്ല രീതിയിൽ വസ്ത്രം അണിഞ്ഞ്, ചിലരൊക്കെ നല്ല വെള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് അല്ലെ, ക്ലീൻ ഷേവൊക്കെ ധരിച്ച്, അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കും, ഓ ഇവൻ ഒരു ദൈവത്തിന്റെ മകൻ എന്നൊക്കെ അങ്ങനെ കാണുന്ന ഒരു കാലമാണ് അല്ലെ. നല്ല വസ്ത്രമോ, എന്ത് സൗമ്യതയുള്ള അവൻ അല്ലെ. അതുപോലെ പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നാം ചിന്തിക്കും, ഓ ഇവൻ ഒരു ദൈവത്തിന്റെ മകൻ, യു ആർ ക്വാളിഫൈഡ് എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ അതാണോ ശരിക്കും?
നമ്മൾ അവൻ്റെ അകത്തളങ്ങളിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവുമായിട്ട് അവൻ ഒരു പേഴ്സണൽ ബന്ധവും വ്യക്തിപരമായിട്ടുള്ള ബന്ധവും കാണത്തില്ല. വെറും നാമധേയ ക്രിസ്ത്യാനികൾ, ഇങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് അവസാന നാളിൽ പറയുമെന്ന്. ഈ തട്ടിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ കരുതുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഈ തട്ടിൽ ഉണ്ട് എന്ന്. ഓക്കെ, ഞാനൊന്ന് സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ തട്ടിലേക്ക് വരാം. മൂന്നാമത്തെ തട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ്. ഈ തട്ടിലുണ്ടോ എന്ന് നോക്കിക്കോളണേ. അതായത് ഇതാണ് പരീക്ഷയ്ക്ക് ഇറങ്ങാൻ നേരത്ത്, കർത്താവേ ഇന്നത്തെ എൻ്റെ എക്സാമിൽ എൻ്റെ കൂടെ ഇരിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട്? എല്ലാ മക്കളും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അതേപോലെ വണ്ടി എടുക്കുമ്പോൾ, കർത്താവേ ഈ ഡ്രൈവിങ്ങിൽ എൻ്റെ കൂടെ ഇരിക്കണേ. ജോലിക്ക് പോകും, കർത്താവേ ഈ ജോലിയിൽ എൻ്റെ ഇങ്ങനെയെങ്കിലും ചെയ്യണം കേട്ടോ, അപ്പോൾ ഈ ജോലിയിൽ എൻ്റെ കൂടെ ഇരിക്കണമേ. കുക്ക് ചെയ്യുമ്പോൾ, ദൈവമേ ഇന്നത്തെ ഫുഡ് കൊളാവല്ലേ എന്ന് ഇങ്ങനെയൊക്കെ പലതരത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? കർത്താവേ എൻ്റെ രോഗം മാറ്റണമേ അല്ലേ? കർത്താവേ ഇന്നത്തെ ഇന്റർവ്യൂവിലെങ്കിലും ഒന്ന് കഴിയണമേ അല്ലേ? കർത്താവേ ഇന്നെങ്കിലും എൻ്റെ ബോസിൻ്റെ ഒന്ന് തെറി കിട്ടരുതേ. ഇങ്ങനെ പലതരത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ നമ്മുടെ ഇഷ്ടത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന മൂന്നാമത്തെ തട്ട് അല്ലെ? ഇവിടെ എല്ലാം ആരുടെ ഇഷ്ടമാണ്? നമ്മൾ നമ്മുടെ ഇഷ്ടം തന്നെയാണ് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ കർത്താവിനെ വിളിച്ചു വരുത്തുന്നു. നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ മൂന്നാമത്തെ തട്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളിൽ ഒരു 95% ആൾക്കാരും ഈ തട്ടിലാണ് വരുന്നത്. ഇനി അവസാനത്തെ ഒരു തട്ടുണ്ട്. നിങ്ങൾ ഈ അവസാനത്തെ തട്ടിലുള്ളവരെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, ശരിക്കും നിങ്ങൾ ക്വാളിഫൈഡ്. ഓക്കെ, അപ്പോ അവസാനത്തെ തട്ട് ഇതാണ്. മൂന്നാമത്തെ തട്ട് എന്തായിരുന്നു? യേശുവിനെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് പിടിച്ചിങ്ങ് വലിക്കുകയല്ലേ? എന്നാൽ മൂന്നാമത്തെ തട്ട് ഇതാണ്, നാം യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങി അങ്ങ് നടക്കുകയാണ്. വാവ്, എന്താണ്? നാം യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ്. കർത്താവ്, എന്താ നിന്റെ ഇഷ്ടം? കർത്താവ്, എന്താ ഞാനിന്ന് ചെയ്യേണ്ടത്? കർത്താവ്, എവിടേക്കാണ് ഞാനിന്ന് പോകേണ്ടുന്നത്? കർത്താവ്, ആരോടാ ഞാൻ സംസാരിക്കേണ്ടുന്നത്? ഇതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, കർത്താവ് എൻ്റെ ഇഷ്ടം മരിക്കട്ടെ, എൻ്റെ സ്വയം മരിക്കട്ടെ, എൻ്റെ അഹങ്കാരം മരിക്കട്ടെ, എൻ്റെ പഴയ മനുഷ്യൻ മരിക്കട്ടെ, ക്രിസ്തുവേ നീ എന്നിൽ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. എനിക്കൊരു അനുഭവം ഉണ്ടായത് ഇപ്രകാരമാണ്. ഈ അനുഭവം ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ എങ്കിലും പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഞാൻ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന തുടക്ക സമയത്ത് എനിക്ക് ഈ നമ്മൾ തുടക്കത്തിൽ ആകുമ്പോൾ നമ്മൾ ഒത്തിരി വലിയ വലിയ മുറിവുകളൊക്കെ കാണും. ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് സർജറി ആയിരുന്നു. അപ്പോൾ സർജറിയിൽ നമ്മൾ ചെറിയ ചെറിയ മുറിവുകളല്ല, വലിയ മുറിവുകളാണ്. ആ മുറിവെല്ലാം അവിടുത്തെ ആ പഴുപ്പും തൊലി എല്ലാം കൂടെ അടങ്ങിയ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് മരുന്നൊക്കെ വയ്ക്കണം. അപ്പോൾ അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന രോഗികൾക്ക്. അത് മാറ്റിയാൽ മാത്രമേ അവർക്ക് സൗഖ്യം വരത്തുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിതൊരു കണ്ടു നിൽക്കുമ്പോൾ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാനിത് തീർച്ചയായിട്ടും ചെയ്തേ മതിയാകും. അന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ നീ തീർച്ചയായിട്ടും കുഷ്ഠരോഗികളെ തൊട്ടു, നീ ശവമഞ്ചത്തിൽ തൊട്ടു അല്ലേ? അപ്രകാരം എനിക്കും കൃപ തരണമേ എന്ന്. എൻ്റെ കണ്ണുകൾ നിന്റെ കണ്ണുകളാകട്ടെ, എൻ്റെ കരങ്ങൾ നിന്റെ കരങ്ങളാകട്ടെ, എൻ്റെ ശരീരം നിന്റെ ശരീരമാകട്ടെ, എൻ്റെ നാവ് നിന്റെ നാവാകട്ടെ. ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടുന്നത്? എൻ്റെ നാവിലൂടെ നീ സംസാരിക്കണേ. ഞാൻ ആരെയാണ് സ്പർശിക്കേണ്ടുന്നത്? എൻ്റെ കരങ്ങളിലൂടെ അവനെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അന്നു മുതൽ എനിക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഒത്തിരി പേർക്ക് സമാധാനം സന്തോഷം കിട്ടുന്നതായിട്ട് കാണുവാനായിട്ടിടയായി. അത് എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവിൽ എനിക്കത് കഴിയുന്നില്ലായിരുന്നു. ഞാൻ അവിടെ അസ്തമിച്ചപ്പോൾ ക്രിസ്തു അവിടെ ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു അവിടെ ചെയ്യുവാനായിട്ട് തുടങ്ങി. അതേ നാലാമത്തെ തട്ടിൽ നാം നമ്മുടെ ഇഷ്ടത്തിലേക്ക് യേശുവിനെ വിളിച്ചു വരുത്തുന്നവരല്ല, പകരമോ നാം അവൻ്റെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർ. അതേ അവൻ്റെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർ അവനോടൊപ്പം നടക്കുന്നവരായിരിക്കും, അവൻ്റെ സ്വഭാവം ഉള്ളവരായിരിക്കും. അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഈ നാലാമത്തെ തട്ടിലുള്ളവരായിട്ട് എങ്ങനെ മാറാം? ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് എങ്ങനെ മാറാം? എപ്പോൾ നമുക്ക് യേശുവിനോടൊപ്പം നടക്കാൻ കഴിയും? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ? എപ്പോൾ അതിന് നമുക്ക് കഴിയും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം ഇതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ഇത് തന്നെയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത്. ആ ഉത്തരം ഇതായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്. 3:3
നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന്. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന്. അപ്പോൾ നിക്കോദേമസ് എന്ന് പറയുന്ന ഒരു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പരീക്ഷന് അദ്ദേഹം ഇപ്രകാരം യേശുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഞാൻ പുതുതായി ജനിക്കും? ഞാൻ ജനിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് ഞാൻ വീണ്ടും ജനിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യേശു ഉത്തരമായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന്. ഇതിന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് യെഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിൽ 25 മുതൽ 27 വരെ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് എന്താണ് വെള്ളം, എന്താണ് ആത്മാവെന്ന്. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളുടെ മലിനതകളെ നീക്കിക്കളയും, ഞാൻ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ആത്മാവിനെ നൽകും, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ചട്ടങ്ങളെ നൽകും, ഞാൻ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുമെന്ന്. എന്തായിരുന്നു വെള്ളം? എന്താണ് ആത്മാവ്? വെള്ളം ഇതാണ് നമ്മുടെ പഴയ സ്വഭാവത്തെ ദൈവം തന്നെ കഴുകിക്കളയുന്നു. നമുക്ക് ആർക്കും നമ്മുടെ സ്വഭാവം മാറ്റുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമുക്ക് കഴിയാത്ത ആ കാര്യത്തെ യേശു അവൻ്റെ ജലം ഒഴിച്ച് അവൻ അത് നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ പഴയ സ്വഭാവത്തെ അവൻ കഴുകിക്കളയുന്നു. രണ്ടാമതായിട്ട് എന്താണ് ആത്മാവ്? പാപത്താൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട മനുഷ്യൻ, അവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് മരണപ്പെട്ടതുപോലെയായിരുന്നു. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേൾക്കുവാൻ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ഒരു അണഞ്ഞിരിക്കുന്ന മെഴുകുതിരിയിലേക്ക് എപ്രകാരം പ്രകാശം നൽകുമോ അതുപോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം സമർപ്പിക്കുമ്പോൾ, നാം തകരുമ്പോൾ, നാം നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വന്ന് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടുന്നു. 2 കൊരിന്ത്യർ 5:17 കാണുന്നു, ക്രിസ്തു യേശുവിലുള്ളവർ ഒരു പുതിയ സൃഷ്ടി എന്ന്, പഴയത് കഴിഞ്ഞു പോയി എന്ന് നാം കാണുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ പുതിയ മനുഷ്യൻ എങ്ങനെ ആയിരിക്കുമെന്നറിയാവോ? ആ പുതിയ മനുഷ്യൻ എപ്പോഴും വചനം വായിക്കുവാനായിട്ട് ദാഹിക്കും. വചനത്തിനായിട്ടൊരു ആർത്തി ഉണ്ടാകും. നിങ്ങൾ വചനം വായിക്കുന്നുണ്ടോ? നിങ്ങൾ വചനം വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചത്തവർ, നിങ്ങൾ മരിച്ചവർ. നിങ്ങൾ വചനം വായിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാവിൽ അങ്ങനെ ഒരു ദാഹമുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടുക, അനുതപിക്കുക, കർത്താവിനോട് നിലവിളിക്കുക. കാരണം ഞാൻ ഹെൽത്തിന്റെ ക്ലാസ്സിൽ പറയും എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഫുഡ്, ആഹാരം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതുപോലെ നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകിയ ആത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും ആത്മാവിന് ഭക്ഷണം വേണം. ആ ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം. രണ്ടാമതായിട്ട് ഇപ്രകാരം ഗലാത്യർ 5:16 കാണുന്നു, ഇപ്രകാരം പുതിയതായി ജനിച്ച മനുഷ്യൻ അവൻ ആത്മാവിന്റെ ശബ്ദം കേൾക്കുമെന്ന്. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മോട് സംസാരിക്കും. നോക്കിയേ, നമ്മുടെ ശരീരം പറയുന്നത് നാം കേൾക്കാറുണ്ട്, നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, നമ്മുടെ ആത്മാവ് പറയുന്നത് നാം കേൾക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഒന്ന് ആലോചിക്കുക. വചനത്തിൽ പറയുന്നു, നിങ്ങൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കണം എന്ന്. അനുദപിക്കുക, കരയുക, നിലവിളിക്കുക, കർത്താവേ എനിക്ക് എൻ്റെ ഉള്ളത്തിൽ നിന്റെ ശബ്ദം കേൾക്കാനുള്ള കൃപ തരണമേ എന്ന്. മൂന്നാമതായിട്ട് യോഹന്നാൻ 3:8 കാണുന്നു, അവർ കാറ്റുപോലെയാകുന്നു എന്ന്. കല്ലുപോലെയല്ല, കാറ്റുപോലെയെന്ന്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ദാഹിക്കുന്നവർ ആയിരിക്കുമെന്ന്. അവസാനമായിട്ട് അവർ ക്രിസ്തുവിന്റെ വരവിനായിട്ട് ഒരുങ്ങും. ഈ ലോക സംഭവങ്ങളെല്ലാം ക്രിസ്തുവിന്റെ വരവ് അടുക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. നമ്മൾ ഈ ലോകത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ അത് മറന്നു പോവുകയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. അതിൽ നാം ഉണ്ടായിരിക്കുമോ? അവിടെ CSA എന്ന് കാണത്തില്ല, അവിടെ പെന്തക്കോസ്ത് എന്ന് കാണത്തില്ല, അവിടെ കത്തോലിക്കൻ എന്ന് കാണത്തില്ല, അവിടെ ജ്ഞാനായ എന്ന് കാണത്തില്ല, അവിടെ ഹിന്ദു എന്ന് കാണത്തില്ല, അവിടെ മുസ്ലിം എന്ന് കാണത്തില്ല. ക്രിസ്തുവിന്റെ സഭ മാത്രമേ കാണത്തുള്ളൂ. ആ സഭയിൽ നാം ഉൾപ്പെട്ടിരിക്കുമോ? സഹോദരങ്ങളെ,
പുതുതായി ജനിക്കണം. നാം പുതുതായി ജനിക്കേണ്ടിയിരിക്കുന്നു. ആ പുതിയ ജനനം നമ്മുടെ ഒരു തീരുമാനം കൊണ്ട് നടക്കുന്നതല്ല. നാം പാപികളെന്ന് മനസ്സിലാക്കുമ്പോൾ, പാപമല്ലാതെ മറ്റൊന്നും നമ്മിൽ നിന്ന് പുറപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ഞാനൊരു അയോഗ്യനായ മനുഷ്യൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, ഞാനൊരു അധമ പാപി എന്ന് മനസ്സിലാക്കുമ്പോൾ, എനിക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എനിക്ക് നിത്യജീവൻ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എനിക്ക് പിതാവിങ്കിലേക്കുള്ള വഴി അത് യേശു മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ നിമിഷം നമ്മുടെ ഉള്ളത്തിൽ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടും. നമ്മുടെ അപ്പന്റെ സ്ഥാനത്തേക്ക് നാം പുതുതായി ജനിക്കുമ്പോൾ നമ്മുടെ അപ്പന്റെ സ്ഥാനത്ത് നാം ദൈവത്തെ കാണുവാനായിട്ട് തുടങ്ങും. ആ രാജ്യം അപ്പോൾ പിതാവിൻ്റെതാകും. നമ്മുടെ ഉള്ളം ദൈവത്തിന്റെ രാജ്യമായിട്ട് മാറും. ഒരു കാര്യം കൂടെ, ഈ കാലത്ത് എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്നത് ഇതാണ്: നിങ്ങളുടെ സെൽഫ് അല്ലേ, നിങ്ങളുടെ ഞാൻ എന്ന ഭാവത്തെ ഉയർത്തുക, നിങ്ങൾക്ക് കഴിയും എന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന്. നിങ്ങളുടെ സ്വയത്തിനോട് മരിക്കുക. യുവാക്കളെ, യുവതികളെ, ഇതത്രേ എൻ്റെ മെസ്സേജ്. നിങ്ങളുടെ സ്വയത്തിനോട് മരിക്കുക, നിങ്ങളുടെ അഹങ്കാരത്തോട് മരിക്കുക. നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിക്കട്ടെ. ദൈവത്തിന്റെ മുന്നിൽ തകരുക, ദൈവത്തിന്റെ മുന്നിൽ നിലവിളിക്കുക. കർത്താവേ, എൻ്റെ മേൽ ആ നിർമ്മല ജലം തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ ആത്മാവിനെ എൻ്റെ ഉള്ളത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്രകാരം നിങ്ങൾ യേശുവിനോടൊപ്പം നടക്കുവാനായിട്ട് ഇടയാകും. അപ്രകാരം യേശുവിനോടൊപ്പം നടക്കുന്ന നിങ്ങളെ കണ്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ എങ്ങനെ ചോദിക്കും: അല്ലയോ, നിങ്ങൾ യേശുവാണോ? നിങ്ങൾ യേശുവിൻ്റെ ആരെങ്കിലും ഒക്കെ ആണോ എന്ന്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിന്നീതം പോലെ നിത്യം നടത്തിയിടേണമേ. ഒന്നുകൂടെ ചേർന്ന് പാടാവോ വരികൾ? ഒന്നുകൂടെ സന്തോഷത്തോടെ ചേർന്ന് പാടാം. എല്ലാ യുവാക്കളും യുവതികളും ചേർന്ന്, എല്ലാ കുഞ്ഞുമക്കളും പ്രായമുള്ളവർ എല്ലാവരും ചേർന്ന് നമ്മുടെ സ്വയം എല്ലാം മാറിപ്പോകട്ടെ. അതെ, നമ്മുടെ കർത്താവിന് നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം: പോലെ അപ്പ എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടേണം. യേശുവേ, ഞങ്ങൾക്ക് നൽകിയ ജീവന്റെ അപ്പത്തിനായിട്ട് നന്ദിയപ്പ. ഈ ജീവന്റെ അപ്പം അത് അതിൻ്റെ രുചിയോടെ ഭക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നീ ഞങ്ങളുടെ ആത്മാവിൽ സംസാരിക്കണമേ. ഞങ്ങളുടെ സ്വയം, ഞാനെന്ന ഭാവം, അഹങ്കാരം, പഴയ മനുഷ്യൻ ഇതെല്ലാം മരിപ്പിക്കണമേ. എന്നിലൊരു പുതിയ മനുഷ്യൻ ജനിക്കട്ടെ. ആ പുതിയ മനുഷ്യൻ നിന്റെ ശബ്ദം കേൾക്കുവാനുള്ള കൃപ തരണമേ. അതിൽ പ്രകാരം നിന്നോടൊപ്പം നടക്കാനുള്ള കൃപ തരണമേ. കണ്ണുനീരും മാനസാന്തരം അനുതാപവും എന്നിൽ നൽകണമേ. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ